ബഹുമാനപ്പെട്ട കൊയ്യോടുത്താത് ജിഫ്രീതങ്ങള്, അതേപോലെ ഉമർവൈജി, ഡോക്ടർ വഹാബുദ്ദീൻ നദ്വി, അതേപോലെ മറ്റുള്ള പണ്ഡിതന്മാർ സമസ്തന്റെ പണം ഉപയോഗിച്ചിട്ട് യാത്ര നടത്തിയിട്ട് ഞാൻ പറയുന്ന കാര്യം സത്യാണെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാം നടപടി എടുക്കാത്തത് ആരെ പേര് ഭയപ്പെടുന്നത്? ആരെ ഭയപ്പെടുന്നത്? ഈ സമസ്തയാണോ ഔലിയാക്കന്മാർ നിയന്ത്രിക്കുന്നത് നിങ്ങൾ പറയില്ലേ? ആണെങ്കിലാണെന്ന് പറയും. എന്റെ പേരില് നടപടിയെടുക്കും. ഞാൻ പറയുന്ന വിഷയങ്ങൾ വാസ്തവ വിരുദ്ധാണെന്ന് പറഞ്ഞിട്ട് 2 വർഷം മുന്നേ ഒരു ലെറ്റർ പുറത്ത് കിട്ടി. ഉമർ വൈസിത്താവിന്റെ ഒരു കളിയിലാണ് വന്ന്. ഉമർ വൈസിത്താവിന്റെ ഒരു കളിയിലാണ് വന്ന്. എന്താ എന്റെ പേരിൽ നടപടി എടുക്കാത്തത്? സമസ്തക്ക് പണയില്ലേ? സമസ്തക്ക് ആൾക്കാരില്ലേ? വക്കീലില്ലേ? എന്താ നടപടി എടുക്കാത്തത്? എന്താ നടപടി എടുക്കാത്തത്? അവിടെ കുട്ടികളെ വളരെയധികം ദുരുപയോഗം ചെയ്തതിന്റെ ഒരു പരാതി സമസ്തന്റെ ഓഫീസിൽ കിടക്കുന്നുണ്ട്. സമസ്തന്റെ ഓഫീസിൽ കിടക്കുന്നുണ്ട്. ശരിക്കും മനസ്സിലാക്കുക. എനിക്ക് നീതിയാ കിട്ടേണ്ടിയേ. എനിക്ക് നീതിയാ കിട്ടേണ്ടിയേ. എനിക്ക് നീതിയാണ് ഈ വിഷയത്തിൽ കിട്ടേണ്ടിയത്. എത്തിയും കുട്ടികളെ മുതല് കട്ടോനെ, എത്തിയും കുട്ടികളെ മതബൗദ്ധിക വിദ്യാഭ്യാസം തട്ടിതകർത്തോനെ സംരക്ഷിക്കലല്ല സമസ്തന്റെ പ്രവർത്തകരി പണി. നിങ്ങൾക്കൊക്കെ മക്കളില്ലേ? ആ മക്കളുള്ള ആൾക്കാര് ഏത് നേതാവിന്റെ മുന്നിൽ പറയേണ്ട കാര്യം പറയുന്നവൻ ഓ തന്നെ സമസ്തന്റെ പ്രവർത്തകൻ. ഞാൻ സമസ്തന്റെ പ്രവർത്തകനാ, ഞാൻ പറയാമെന്നവരാ, പറഞ്ഞിട്ടേ പോകൂ. പറയാമെന്നോ പറഞ്ഞിട്ടേ പോകൂ. അത് യവം വന്നാലും ശരി, മരണം വരെ ഈ വിഷയത്തിൽ പ്രതികരിക്കും. മരണം വരെ. ജിഫ്രി മുത്തുക്കോയ തങ്ങളെ 2 മക്കൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. ജിഫ്രി തങ്ങളെ 2 മക്കൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. ആരെ ഇവര് പേടിക്കണേ? അതുകൊണ്ട് ഞാൻ നല്ല നിലക്ക് ഇവിടെ മുണ്ടാതെ നിൽക്കാൻ വന്ന ഇന്റെ ഈ ഫ്ലക്സ് വെച്ച് കീറാന്നുണ്ടെങ്കിൽ അവിടെ സമസ്തന്റെ ആകർഷണം സ്വന്തം ചിന്തിച്ചാൽ മതി. സ്വന്തം ചിന്തിച്ചാൽ മതി. ഞാൻ ഇവിടെ ആ സ്ഥാപനത്തിൽ 53 ജില്ലാതെ ഏക്കറുള്ള ഒരു സ്ഥാപനമാണ്. എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളുടെ മറവില് ലക്ഷക്കണക്കിന് ഉറുപ്പിക ഓരോ സീറ്റിനും വാങ്ങുന്നത് ഇവരൊക്കെ അവിടെ ഫുഡടിക്കുക. ഇതാണ് അവസ്ഥ. ഇത് പറയാനാ ഞാൻ വന്നത്. പരാതി കൊടുത്തിട്ടിപ്പോ ഒരു വർഷത്തോളം എടമല തീകാന വായക്കാട് എടമണ്ടപ്പാറ മാന്യമായിട്ട് പറയാൻ വന്നവര് പേടിച്ചില്ലേ? ആരെവര് പേടിച്ചില്ലേ? ഒരു ഫ്ലക്സ് പൊന്തിച്ചാൽ ഒഴിച്ചു പോണ ആദർശാണ് സമസ്തക്കുള്ളത്. ഒരു ഫ്ലക്സ് ആരെങ്കിലും പൊന്തിച്ചാൽ ഒഴിച്ചു പോണ ആദർശാണോ സമസ്തക്കുള്ളത്? നിങ്ങൾ ചിന്തിക്കുക. ഇതൊന്നും ശരിയല്ല. 2 ഫ്ലക്സിന്റെ ഐഡിയ ആ ഒരു ഫ്ലക്സിൽ പ്രവാദ ഓഫീസിന്റെ ഉള്ളിൽ കൊണ്ടുപോയി